അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ എങ്ങനെ നമ്മുടെ വീഡിയോക്കെല്ലാം വ്യൂസ് കൊണ്ടുവരാം എന്നുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കണ്ടൻറ്റുകൾ ഇൻഷാ അല്ലാഹ് വരുന്നതാണ്. അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വ്യൂസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഒന്നാമത്തെ, നമ്മുടെ വീഡിയോയ്ക്ക് ഇമ്പ്രഷൻ പോവും, അതുപോലെ തന്നെ സജഷൻ പോവും. ഇതൊക്കെയാണ് യൂട്യൂബിൻ്റെ വക നമ്മുടെ വീഡിയോയ്ക്കകത്ത് വരുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ വരുത്തി വെക്കുന്ന എഡിറ്റിങ്സ് മൂലമാണ്. അപ്പോൾ ഇമ്പ്രഷൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോയ്ക്ക് ക്ലിക്ക് ത്രൂ റേറ്റ് ഉണ്ടാവണം. ഈ ക്ലിക്ക് ത്രൂ റേറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന ടൈറ്റിലും തമ്പനെയിലും ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ വീഡിയോയ്ക്ക് ഇമ്പ്രഷൻ കൂടാനായിട്ട് ചാൻസ് ഉള്ളത്. ഇനി അടുത്തത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സജഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വീഡിയോൻ്റെ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി അങ്ങനെയുള്ളതാണ്. കോപ്പിറൈറ്റഡ് മെറ്റീരിയൽ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നിങ്ങളുടെ വീഡിയോ പബ്ലിക്കിന് മുന്നിലേക്ക് യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ എത്ര വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടും വ്യൂസ് കിട്ടുന്നില്ല, അതുപോലെ തന്നെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടുന്നില്ല എന്നൊക്കെ പലരും കമൻറ്റ് ചെയ്യാറുണ്ട്. പലരും ഒരുപാട് യൂട്യൂബേഴ്സിനെ കൊടുത്തൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇട്ട വീഡിയോ ആ ഒരു കണ്ടൻറ്റ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണോ എന്നുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആ കണ്ടൻറ്റിനകത്ത് നമ്മുടെ വീഡിയോ ക്ലിയർ ആണോ, അതുപോലെ ഓഡിയോ ക്ലിയർ ആണോ, നമ്മുടെ വീഡിയോക്കകത്ത് ബ്ലറുണ്ടോ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ അങ്ങനെ വല്ലതും നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ വീഡിയോ റിമൂവ് ചെയ്ത് അത് റീടേക്ക് എടുക്കേണ്ടതാണ്. റീടേക്ക് എടുക്കാൻ നമുക്കറിയാം, റീടേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ വീഡിയോയ്ക്ക് ഒരു 10K 20K വ്യൂസ് എങ്കിലും ലഭിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ വ്യൂസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ റീടേക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മൾ ഇനി ഇടാൻ പോകുന്ന വീഡിയോയ്ക്ക് ചിലപ്പോൾ റീച്ച് കിട്ടിയെന്നൊന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു 10 to 20K എന്ന് പറയുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊന്നും നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ട. പക്ഷേ ഒരു 500ൻ്റെ താഴെ നിങ്ങൾക്ക് വ്യൂസ് കിട്ടിയ വീഡിയോ ഒക്കെ ആണെങ്കിൽ അത് റീടേക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരു ഓഡിയോ ശരിയായി എന്ന് വരില്ല. അതുപോലെ തന്നെ വീഡിയോ ബ്ലറായിരിക്കും. പിന്നെ നമ്മൾ കൊടുത്ത ടൈറ്റിലും ഒക്കെ ചുരുങ്ങിയ ടൈറ്റിൽ കൊടുക്കാതെ അത്യാവശ്യം മീഡിയം ടൈറ്റിൽ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ യൂട്യൂബിനകത്ത് ലോങ് ടൈറ്റിലൊന്നും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് മീഡിയം ടൈറ്റിലാണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈന് വേണ്ടി വരും. അതായത് നമ്മുടെ കീവേഡിനകത്തൊക്കെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ഓരോ സ്പേസ് വിട്ട് അത് അടിച്ച് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഓരോരോ വീഡിയോൻ്റെ കോൺസെപ്റ്റുകൾ എഴുതി ടൈറ്റിൽ മനോഹരമാക്കാനായിട്ട് സാധിക്കും. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ടാഗ് നോക്കണം. ടാഗ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടാഗ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അല്ലാണ്ട് ആരാൻ്റെ വീഡിയോ റെപ്രസെൻ്റ് ചെയ്യുന്ന ടാഗുകൾ കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ വീഡിയോയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടാഗ്, അതായത് നിങ്ങളുടെ വീഡിയോ ആ ഒരു വീഡിയോൻ്റെ കോൺസെപ്റ്റ് എടുത്ത് കാണിക്കുന്നൊരു ടാഗ് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. ഇങ്ങനെ ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ആ ടാഗിനനുസരിച്ചായിരിക്കും യൂട്യൂബ് റെപ്രസെൻ്റ് ചെയ്യുക. അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കൊടുക്കേണ്ടതാണ് ഹാഷ്ടാഗ് എന്ന് പറയുന്നത്. ഹാഷ്ടാഗ് ഒന്നും അത്ര പേരൊന്നും സെർച്ച് ചെയ്യാത്തൊരു കണ്ടൻറ്റാണ്. പക്ഷെ എന്നാലും ഹാഷ്ടാഗ് കൊടുക്കുന്നതിലൂടെ ഒരു 0.5% വ്യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും നിലവിലുണ്ടായിരിക്കുന്ന ടൈം നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. അത് യൂട്യൂബിനകത്ത് നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നിങ്ങൾ അനലൈറ്റിക്സ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടൈം അവിടെ കാണിക്കുന്നതാണ്. നിങ്ങൾ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഓഡിയൻസ് ക്ലിക്ക് ചെയ്യുക. ഓഡിയൻസ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. വെൻ യുവർ വ്യൂവേഴ്സ് ആർ ഓൺ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ചെറിയൊരു ഗ്രാഫ് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വീഡിയോ അതുപോലെ കണ്ടൻറ്റുകൾ, പോസ്റ്റുകൾ, ഷോർട്സുകളൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു പരിധി വരെ വ്യൂസ് ലഭിക്കാനാണ് ചാൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വയലറ്റ് കളറിലാണ് ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നതെങ്കിൽ ആ ടൈമിനാണ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്. ഞാൻ അനലൈസ് ചെയ്തതിന് അനുസരിച്ച് എനിക്ക് പറയാനുള്ളത് ഒരു 8 to 9 മണി വരെ നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
അതിനു മുമ്പ് നിങ്ങൾ ക്രിയേറ്റ് മാത്രം ചെയ്താൽ മതി, അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു 8 to 9 മണി അല്ലെങ്കിൽ 9 to 10 മണി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഒരു സമയമാണ്. കൃത്യമായ ഹാഷ്ടാഗ്, ടൈറ്റിൽ, തമ്പനെയിൽ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ അങ്ങനെ വലിച്ചു വാരി നീട്ടൊന്നും വേണ്ട. അത് വീഡിയോനകത്ത് പറയുന്ന കാര്യങ്ങൾ ചെറിയൊരു പോയിന്റ് ആയിട്ട് എഴുതി ഡിസ്ക്രിപ്ഷൻ അങ്ങ് മനോഹരമാക്കിയാൽ മതി. പിന്നെ നിങ്ങളുടെ സോഷ്യൽ ലിങ്കുകൾ, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്കുകൾ, വേറെ യൂട്യൂബിൻ്റെ വീഡിയോൻ്റെ ഒക്കെ ലിങ്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ അത് കാണുന്ന വ്യക്തിക്ക് അത് മനോഹരമായി തോന്നിയേക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ കൊണ്ട് നിങ്ങളുടെ വ്യൂസ് ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഭിക്കത്തില്ല. കാരണം നിങ്ങളുടെ വീഡിയോ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒന്ന് ടൈറ്റിൽ കൊണ്ടാണ്, ടാഗ് കൊണ്ടാണ്, പിന്നെ തമ്പനെയിൽ കൊണ്ടാണ്. ഈ 3 കാര്യങ്ങളാണ് ഇംപ്രഷൻ, ക്ലിക്ക് ത്രൂ റേറ്റിലൊക്കെ നിങ്ങളുടെ വീഡിയോ പോകാൻ നിങ്ങളെ സഹായിക്കുന്നത്. അപ്പോൾ വ്യൂസ് കൂടാൻ ഇത് തന്നെയാണ് സഹായിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത്, അതായത് യൂട്യൂബിൻ്റെ അൽഗോരിതം വർക്കാവുന്ന സമയമാണ്. ഇപ്പോൾ യൂട്യൂബ് അവിടെ ഗ്രാഫായിട്ട് കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു 10 to 20 വ്യൂസ് വരെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം സബ്സ്ക്രൈബർമാരൊക്കെ ഉണ്ട്, ഒരു 30K 40K ഒക്കെ ദിനേന വ്യൂസ് ലഭിക്കുന്നവരാണെങ്കിൽ ആ 40K പോയിട്ട് ചിലപ്പോൾ 60K ആവും, ചിലപ്പോൾ 1 lakh ആവും. അങ്ങനെയൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിവതും ഷോർട്സുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്ന് കരുതി എല്ലാ വീഡിയോസും കളഞ്ഞ് നിങ്ങൾ ഷോർട്സ് മാത്രം ആക്കല്ലേ. ഷോർട്സ് മാത്രം ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ എത്ര വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാലും, എത്ര ഷോർട്സ് ചെയ്ത് കഴിഞ്ഞാലും മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് വേണ്ട വാച്ച് അവേഴ്സ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. മാത്രമല്ല, വാച്ച് അവേഴ്സ് കിട്ടി മോണിറ്റൈസേഷൻ ആയി നമുക്ക് ഷോർട്സ് മാത്രമാണ് നമ്മുടെ ചാനലിൽ നിലവിൽ അപ്ലോഡ് ചെയ്ത് വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് വരുമാനം കുറഞ്ഞു വരും. കാരണം $0.5 ഒരു ഷോർട്ട് 1 lakh വ്യൂസൊക്കെ ആയിക്കഴിഞ്ഞാൽ കിട്ടുന്നത്. മിനിമം ഒരു 50 രൂപ, ഇന്ത്യൻ മണി ഒരു 50 രൂപയൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഷോർട്സ് 1 lakh ആയിക്കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്ര നിങ്ങൾ കാര്യം കൊടുക്കണ്ട. പക്ഷേ നിങ്ങളുടെ ചാനലിൽ ഇടുന്ന വീഡിയോകൾക്ക് വൈറലാവാൻ വേണ്ടിയിട്ട് ഷോർട്സുകൾ ക്രിയേറ്റ് ചെയ്യാം. ഷോർട്സുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഷോർട്സിനകത്ത് നിങ്ങൾ അതിൻ്റെ റിലേറ്റഡ് വീഡിയോൻ്റെ അവിടെ പുതിയതായി അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും ഒരു വീഡിയോ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു ഷോർട്ട് തത്സമയം കൊണ്ട് തന്നെ വൈറലായി, ഇപ്പോൾ ഒരു 1 മണിക്കൂർ കൊണ്ട് തന്നെ 1K അല്ലെങ്കിൽ ഒരു 10K എത്തിയെന്ന് വെക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ റിലേറ്റഡ് വീഡിയോൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാമല്ലോ, YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് എഡിറ്റ് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങളവിടെ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഓട്ടോമാറ്റിക്കായി ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കവിടെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഷോർട്സ് കാണുന്ന ഭൂരിപക്ഷം ആൾക്കാരും ആ റിലേറ്റഡ് വീഡിയോ ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ആ ഷോർട്സിനകത്ത് നിങ്ങൾ ഇതും കൂടി പറയണം, നിങ്ങളുടെ റിലേറ്റഡ് വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട്, അതൊന്നും എല്ലാവരും കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് വ്യൂസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ വ്യൂസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ചെയ്യാനായിട്ടും സാധിക്കും. 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്